എല്ലാ കൂട്ടുകാർക്കും ആൻഡ് ദ ജേർണി ഗോസ് ഓൺ യാത്ര തുടരുന്നു ചാനലിലെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഒരുപാട് ദിവസമായി നമ്മളെല്ലാവരും കൂട്ടിലടച്ച കിളികളെ പോലെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഒറ്റപ്പെട്ടു പോയി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പേരെ ഒറ്റപ്പെട്ടു പോയിട്ട് തനിച്ച് വീട്ടിൽ ക്വാറന്റൈനിലിരിക്കുന്നുണ്ടാവുള്ളൂ. മറ്റു ഒരുപാട് പേർക്ക് ഫാമിലി മുഴുവനും കൂടെയുണ്ട്. ചിലരൊക്കെ വർക്ക് ഫ്രം ഹോം ചെയ്യാനുള്ള ഒരു അവസരമുള്ള ആളുകളാണ്. മറ്റു ചിലർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെയുള്ള ഒരവസ്ഥയാണ്. ആദ്യം 1-2 ദിവസം നമ്മൾ എല്ലാവരും അത് ആസ്വദിച്ചിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ട്, നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകളുമായിട്ട് കൂടുതൽ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമ്പോൾ എല്ലാവരും അത് വളരെ സന്തോഷമായിട്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും അത് കൂടുതൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പുറത്ത് പോകാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ള കാര്യങ്ങളോ സ്ഥലങ്ങളോ കാണാനോ എവിടേക്കും പോകാനോ ഒന്നും ആസ്വദിക്കാനോ ഒന്നും പറ്റാത്ത ഒരു ശരിക്കും കൂട്ടിലിട്ട കിളികളെ പോലെ അങ്ങനെ ഇരിക്കുമ്പോൾ അത് ശരിക്കും കുറേ പേർക്കെങ്കിലും മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് അതിൽ നിന്നൊക്കെ കുറച്ചെങ്കിലും ഒരു ആശ്വാസമാവാൻ വേണ്ടി നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാൻ ബാക്കി വെച്ച എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ? യാത്ര ചെയ്യാന്നുള്ളത് മാറ്റി വെച്ച് നമ്മൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി, ഇനി അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി കുറച്ചെങ്കിലും നമ്മൾക്ക് നമ്മളുടെ മനസ്സിനെ സന്തോഷമായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിൽ ചിലരെല്ലാവരും ഇപ്പോൾ കുക്ക് ചെയ്യാത്ത, ഭക്ഷണം പാകം ചെയ്യാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകൾ ആരാണോ നിങ്ങൾക്ക് എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് അവരെ സഹായിക്കാം. കുക്കിംഗ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാം, പുതിയ റെസിപ്പീസൊക്കെ കുക്ക് ചെയ്ത് നോക്കാം. അതൊരു രസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പുതിയ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. അതൊരു നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടെത്തി അത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് സ്റ്റേ ഹോം ആൻഡ് പെയിൻറ്റ് വിത്ത് മീ, അതാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ ഉള്ളടക്കം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുവാണ്. നമ്മളുടെ കയ്യിൽ ഉള്ള കളറുകൾ വെച്ചിട്ട്, അത് വാട്ടർ കളറോ അക്രിലിക് ഓയിൽ പെയിൻറ്റ്സോ എന്ത് തന്നെ ആവട്ടെ, നിങ്ങളെല്ലാവരും ആഗ്രഹമുള്ള ആളുകളോ ചെറുതായിട്ടെങ്കിലും എനിക്ക് ഒന്ന് കുത്തി വരയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെങ്കിലും ഒരു കാലത്ത് നിന്നുള്ള ആളുകൾ വീട്ടിൽ നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്യാനോ അല്ലെങ്കിൽ വരയ്ക്കാനോ സ്കെച്ചിങ് ചെയ്യാനോ ഉള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു പേപ്പറും പേനയോ അല്ലെങ്കിൽ ഒരു ക്യാൻവാസും കുറച്ച് പെയിൻറ്റ്സും എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക സമയമുള്ള സമയത്ത്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ക്രിസ്മസ് ഹോളിഡേ സീസണിൽ നമ്മളിവിടെ ക്രിസ്മസ് ഫ്രണ്ട്സ് സെലക്ട് ചെയ്ത് നമ്മളെല്ലാവരും ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത് ഓയിൽ പെയിൻറ്റ്സിൻ്റെ ഒരു സെറ്റാണ്. ഒരു ഏകദേശം 12 നിറങ്ങളുള്ള ഒരു ഓയിൽ പെയിൻറ്റിൻ്റെ കിറ്റാണ് എനിക്ക് സമ്മാനമായിട്ട് ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് തന്നത്. അപ്പോൾ അന്ന് തുടങ്ങി ഇപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ട് ഞാനത് ഒരിക്കൽ പോലും തുറന്നില്ല. ഞാൻ ആക്രിലിക് പെയിൻ്റ് ഒക്കെ കുറേ ട്രൈ ചെയ്യാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ ഓയിൽ പെയിൻറ്റ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പേടിയായിരുന്നു, എന്തോ നമ്മളെ കൊണ്ട് പറ്റുമോ? ആക്രിലിക് പെയിൻറ്റ് തന്നെ എനിക്കൊന്നും അറിയില്ല. നമ്മൾ യൂട്യൂബ് വീഡിയോസും ട്രെയിനിങ് ലെസൺസും ഒക്കെ കണ്ട് കുഞ്ഞിതായിട്ട് ശ്രമിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓയിൽ പെയിൻറ്റ് എങ്ങനെയായിരിക്കും അത് ചെയ്യാനുള്ളൊരു ഭയം, ഒരു ഐസ് ബ്രേക്കിംഗ് ആവശ്യമായിരുന്നു. അപ്പോൾ അത് കാരണം ഇങ്ങനെ വെച്ച് നീട്ടി വന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളിപ്പോൾ 4 പേരാണ് ഒരുമിച്ച് താമസിക്കുന്നത്. ഞാനും അനുപേട്ടനും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ജമീനും അവൻ്റെ വൈഫും. ക്വാറന്റൈൻ ടൈമിൽ അവരിവിടെ വന്നപ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ പറ്റാതെ അവരിവിടെ കുടുങ്ങിപ്പോയതാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ കാര്യം ഈ ഒരു സമയത്ത് ഞങ്ങൾ 4 പേരും ഒരുമിച്ച് താമസിക്കുന്നത് ശരിക്കും മനസ്സിന്, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നാട്ടിലുള്ള ഫാമിലികൾക്ക് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ, എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ട്. പിന്നെ അതല്ലാതെ ഞങ്ങളുടെ നെയ്ബേഴ്സായിട്ട് ഒരു മലയാളി കപ്പിൾ കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ഇത്രയും പേരാണ് ആകെ കൂടെ മീറ്റ് ചെയ്യാറുള്ളത്, തൊട്ടടുത്ത് താമസിക്കുന്ന 2 ഫാമിലികൾ കേട്ടോ. അപ്പോൾ അവർ എപ്പോഴും, അവനാണ് എനിക്ക് ആക്ച്വലി എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ആയിരുന്നത്, ആ ഫ്രണ്ടായിരുന്നു. മൂപ്പരാണ് എനിക്ക് ഈ ഓയിൽ പെയിൻറ്റ്സ് തന്നെ. അപ്പോൾ കാണുമ്പോഴൊക്കെ ചോദിക്കും, ചേച്ചി എന്താ അത് ട്രൈ ചെയ്യാതിരുന്നേ? അപ്പോൾ ഞാൻ പറയും, എനിക്കിങ്ങനെ ടെൻഷനാണ്, പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല, അതല്ല, അങ്ങനെ ഓരോ കാരണങ്ങൾ ഞാൻ കണ്ടുപിടിക്കും. പെയിൻറ്റ് തിന്നർ ഓർഡർ ചെയ്തു, അത് വന്നില്ല,
പക്ഷെ ആക്ച്വൽ റീസൺ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് പറ്റുമോ, ഇനി പറ്റത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് കേട്ടോ. അപ്പം അതും വിചാരിച്ച് മനസ്സിലിങ്ങനെ തള്ളി ഇരിക്കുമായിരുന്നു. അപ്പം അന്ന് അവരെല്ലാവരും കൂടെ നമ്മൾ 5 പേര് കണ്ട ദിവസം അവരെല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു പെയിൻറ്റിങ് ചെയ്യാം, എല്ലാവർക്കും ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അപ്പം അങ്ങനെ അവർ 5 പേരും കൂടെ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പെയിൻറ്റിങ് ചെയ്തില്ല, ഞാൻ അവർ ചെയ്യുന്ന പെയിൻറ്റിങ്സ് ഒക്കെ നോക്കി കണ്ട് ആസ്വദിച്ച് ഇരുന്നു. അപ്പോൾ മനസ്സിൽ എനിക്ക് കുറച്ചൊരു സന്തോഷം തോന്നി. എന്താന്ന് വെച്ചാൽ പണ്ട് എപ്പോഴോ ഒരു സിനിമ കണ്ട സമയത്ത് അതിൽ ഇങ്ങനെ ആ മൂവി തുടങ്ങുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ട്, നെവർ ലെറ്റ് ദ ഫിയർ ഓഫ് സ്ട്രൈക്കിംഗ് ഔട്ട് കീപ്പ് യു ഫ്രം പ്ലേയിങ് ദ ഗെയിം. അപ്പോൾ ഇത് ചെറുപ്പത്തിലൊക്കെ നമ്മളുടെ ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ നമുക്ക് പറഞ്ഞു തരാറുണ്ട്, തോൽക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഗെയിമിന് ഇറങ്ങാതിരിക്കരുത്. ഫെയിലിയേഴ്സാണ് നമ്മളുടെ വിജയത്തിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. നമ്മൾക്ക് പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ നമ്മൾക്ക് പറ്റും. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും നമ്മൾ അക്രിലിക്കൊക്കെ വെച്ച് കുറച്ച് കുഞ്ഞു പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെ കൂടെ നമ്മൾക്കിതങ്ങ് പൊട്ടിക്കാം, എന്നിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഒരു യൂട്യൂബ് വീഡിയോ നോക്കി ട്രൈ ചെയ്യാൻ തുടങ്ങിയതാണ് ഈ പെയിൻറ്റിങ് കേട്ടോ. ഇതൊരു ബോബ് റോസ് എന്ന പേരുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഓയിൽ പെയിൻറ്റ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. മൂപ്പര് വരച്ച ചേഞ്ച് ഓഫ് സീസൺസ് എന്നുള്ള ഒരു പെയിൻറ്റിങ് ആണിത്. മൂപ്പര് വരച്ച ചിത്രത്തിൻ്റെ ഒരു 7 അയലത്ത് പോലും ഇച്ചിരി ഒരു 0.0000001% എത്താൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ആ സെയിം കളറുകൾ എൻ്റെ ക്യാൻവാസിൽ കണ്ടപ്പോൾ ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നി. അത് പെയിൻറ്റിങ് എങ്ങനെയോ ആയിക്കോട്ടെ, ഇവഞ്ച്വലി എന്താണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായതെന്ന് വെച്ചാൽ മനസ്സിലെ ആ ഒരു പേടി മാറ്റി നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ചെറിയൊരു തട നീക്കിയിട്ട് നമ്മളങ്ങ് കാലെടുത്ത് വെക്കുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിനിങ്ങനെ തള്ളി വെച്ച് എന്ത് കാരണമായിക്കോട്ടെ ആ കാരണത്തിനെ അങ്ങ് മാറ്റി വെച്ച് നമ്മളതങ്ങ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്തു കഴിയുമ്പോഴും മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര കിടിലമാണ്. അപ്പം ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു, ഒത്തിരി ഹാപ്പി ആയിരുന്നു ഈ പെയിൻറ്റിങ് ട്രൈ ചെയ്തതിന് ശേഷം. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഹോബി എന്താണോ അത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഹോബി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബിക്ക് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കാരണവും പറഞ്ഞ് അതിനെ തള്ളി വെക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങളത് ടെൻഷൻ അടിച്ച് വേണ്ടാന്ന് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കി അത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണേ. അതിൻ്റെ റിസൾട്ട് എന്തും ആയിക്കോട്ടെ, നന്നായിവട്ടെ, നിങ്ങൾ ചിലപ്പോൾ നല്ലോണം സ്ട്രഗിൾ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ഭയങ്കര കിടിലാവുമായിരിക്കും, ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും, എന്ത് തന്നെ ആയിക്കോട്ടെ റിസൾട്ട്, നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹോബി എന്താണോ അത് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് പിക്കപ്പ് ചെയ്യുക. ഇപ്പം തന്നെ കുഞ്ഞു പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കെച്ചിങ്, ഡ്രോയിങ് അതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഈ ക്വാറന്റൈൻ സീസണിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഹോബി എന്താണോ അത് കണ്ടെത്തി നിങ്ങളും ശ്രമിക്കൂ കേട്ടോ. വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. ഇതുപോലുള്ള കുട്ടി വീഡിയോസായിട്ട് ഇനി വീണ്ടും നമുക്ക് കാണാം. അതുവരെ നിങ്ങൾക്ക് ഇതുപോലുള്ള കുഞ്ഞു വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജേർണി ഗോസ് ഓൺ യാത്ര തുടരുന്നു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ എല്ലാ കമൻസും, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ ഫീഡ്ബാക്കുകളും ഈ വീഡിയോയുടെ താഴെ കമൻസ് ആയിട്ട് എന്നെ അറിയിക്കൂ. അടുത്ത വീഡിയോസ് മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. പിന്നെന്താ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ സെലക്ട് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യണം, മറക്കരുത്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമാണ് അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ബെൽ നോട്ടിഫിക്കേഷൻസും കൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.